അപ്പൊ ഇപ്പൊ ഇന്ന് ലീവ് ആയിട്ട് വന്നേ? വെള്ളിയാഴ്ച വന്നാണ്. അപ്പം പിന്നെ അവിടെ പിന്നെ ഫുഡൊക്കെ എങ്ങനെ താമസിക്കുന്നുണ്ട് സംഭവമൊക്കെ? നല്ല നമുക്ക് ഇഷ്ടമുള്ള ഫുഡാണ്, നമുക്ക് നമ്മുടെ മനസ്സ് അനുയോജ്യമായ നമ്മുടെ ആഗ്രഹത്തിന് അനുയോജ്യമായിട്ടുള്ള ഫുഡ് അവർ പാചകം ചെയ്ത് തരുവാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ പാചകം ചെയ്യാണോ, അല്ലേ പുറത്ത് പോയിട്ട് കഴിക്കാനോ? എങ്ങനെ പരിപാടി? മെസ്സുണ്ട്, ടൈം ടേബിൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏറ്റവും നിങ്ങൾക്ക് ഇഷ്ടം ഏത് ദിവസം ആകാനാണ്? ഈ വ്യാഴാഴ്ച ഫുഡ് എന്താണ്? ചിക്കനും ചപ്പാത്തി അല്ലെങ്കിൽ റൈസ് പുലാവ് ഒക്കെ ഉണ്ട്. പിന്നെ മറ്റുള്ള ദിവസങ്ങളൊക്കെ എന്താണ് ഏറ്റവും ഇഷ്ടമുള്ള ദിവസം ഏതാ ഫുഡ് കഴിക്കാൻ? തിങ്കളാഴ്ച കഞ്ഞിയാണ്. കഞ്ഞിയും ചമ്മന്തി. കഞ്ഞിന്റെ അകത്ത് മോരോ? മോര്, പപ്പടം, പയറ്, അച്ചാറ്. അല്ല, ഈ സാധാരണ ചോറിന്റെ കൂടെ നമ്മൾ മോര് ഉപയോഗിക്കും, പക്ഷെ ഈ കഞ്ഞിയുടെ കൂടെ മോര് ഒഴിച്ചാൽ എങ്ങനെ അത്? കഞ്ഞിയുടെ മോര് നല്ല ഇഷ്ടം. അപ്പൊ രണ്ടും നമുക്ക് പിന്നെ ഇത് ദ്രാവക രൂപത്തില്ല, കഞ്ഞിന്റെ അകത്ത് മോര് ഒഴിച്ച് കഴിക്കും. മോരിന്റെ അകത്ത് കഞ്ഞി കുടിക്കുന്നത് ഒരു പൊടിച്ച ടേസ്റ്റ് ഒക്കെ ആയിട്ട് നന്നായിട്ട് കുഴപ്പമില്ല, നല്ല കഴിക്കാം. ശരി, ആ പേര് പറ. മേഘ. ഇല്ല, മേഘൊക്കെ തെളിഞ്ഞിരിക്കുകയാണ്, തെളിഞ്ഞ മേഘമാണ് മുകളിൽ, അങ്ങനെ കുഴപ്പമൊന്നുമില്ല. മേഘയുടെ സ്ഥലം എവിടെയാ? പൊടിക്കുണ്ട്. ആ, നമ്മുടെ തിയേറ്ററിന്റെ അടുത്താണോ? നിങ്ങളും അവിടെ പഠിക്കുകയാണോ? എല്ലാവരും ഇടുക്കി പഠിക്കുകയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും കണ്ണൂർക്കാരനെയാണോ? അല്ല. അപ്പൊ നിങ്ങൾ രണ്ടുപേരും കണ്ണൂർക്കാര്. അപ്പൊ നിങ്ങളുടെ കൂടെ പഠിക്കുന്ന ആൾക്കാരെ നിങ്ങൾ ഇങ്ങോട്ട് ക്ഷണിച്ചു വന്നതാണ്. അപ്പൊ എത്ര ദിവസമാണ് ഇവിടെ? മൊത്തം എത്ര ദിവസം? 3-4-5 ദിവസം ചോദിക്കുക, 10 ദിവസം. അപ്പൊ ഇവര് ഫസ്റ്റ് ടൈം ആണ് ഇവര് കണ്ണൂരേക്ക് വരുന്നത്. ഓക്കെ, അതിന്റെ പേര്? സ്നേഹയുടെ സ്വന്തം സ്ഥലം? വടകര. വടകരയിൽ എവിടെയാ? വടകര തന്നെയാണ്. അപ്പൊ നിങ്ങളും കണ്ണൂർ ഫസ്റ്റ് ടൈം ആണോ? കണ്ണൂർ നിങ്ങൾ പലപ്പോഴായിട്ട് വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട് അവിടെയുള്ള പിന്നെ കാലാവസ്ഥ എങ്ങനെ ഇപ്പൊ അവിടെ? കോട കത്ത് എത്ര മണിയും പുറത്ത് കഴിയും? നമ്മൾ ഇവിടെ നിന്നൊക്കെ ആൾക്കാർ കോട കാണാൻ വേണ്ടിയിട്ട് വയനാടും മൂന്നാർക്ക് നമ്മൾ പോകാറുണ്ട് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അവിടെ കോട ഫുൾ ടൈം ഫ്രീ ആണ്. അപ്പൊ അതൊക്കെ ആയിട്ട് പൊരുത്തപ്പെട്ടു പോയി. അടിപൊളി. ശരി, പാട്ട് പാടുന്ന ആൾക്കാരെങ്കിലും? ഇല്ല, ഒന്നുമില്ല. പുള്ളിക്കാരി വേറെ ഒന്നും ഇല്ല. ഹോബി, നിങ്ങളുടെ ഹോബീസ് എന്താണ്? അപ്പൊ ഞാൻ ചെറിയൊരു ഫണ്ണി ക്വസ്റ്റ്യൻ ആണേ. നമ്മുടെ കണ്ണൂരിലെ ചെറിയൊരു ഫണ്ണി ക്വസ്റ്റ്യൻ ആണ്. ഉത്തമർ ഓൺ സ്പോർട്ട് സമ്മാനമുണ്ട്, 2 സമ്മാനമുണ്ട്. ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന സമ്മാനമുണ്ട്. വിസ്മയ അമ്യൂസ്മെന്റ് പാർക്ക് നൽകുന്ന സമ്മാനമുണ്ട്. ചോദ്യം ഇതാണ്: വസ്ത്രം എന്ന് പറയുന്നത് നമുക്ക് പണ്ട് കേരള തനിമയാർന്ന വസ്ത്രമാണ്, ജെൻസ് ആയാലും ലേഡീസ് ആയാലും. ഇപ്പം നമ്മളെല്ലാം മോഡേൺ ആണ് അല്ലേ? ഇപ്പം നമുക്ക് ഓരോ ആൾക്കും ഓരോ വസ്ത്രം ധരിക്കാനുള്ള അവകാശവും അഭിപ്രായവും ഒക്കെ ഉണ്ട് അല്ലേ? അപ്പം നമ്മൾ പലരും പറയാറുണ്ട് നിറങ്ങളായി കഴിഞ്ഞാൽ, മോഡലായി കഴിഞ്ഞാൽ. എൻ്റെ ചോദ്യമാണ്, കൃത്യമായ ഒരു നിറമില്ലാത്ത, കൃത്യമായ രൂപമില്ലാത്ത, കൃത്യമായിട്ട് നിറമില്ല, രൂപമില്ല, വലിപ്പമില്ലാത്ത, എന്നാൽ എല്ലാവർക്കും ഉള്ള വസ്ത്രം ഏതാണ്? നിറമില്ല, രൂപമില്ല, വലിപ്പമില്ല, എന്നാൽ എല്ലാവർക്കും ഉള്ള വസ്ത്രം ഏത്? ഫണ്ണി ക്വസ്റ്റ്യൻ ആണ്. അല്ല, ക്ലൂ എന്ന് പറഞ്ഞാൽ ഈ വസ്ത്രം എല്ലാവർക്കും ഉണ്ട്, പക്ഷെ ഇത് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടൂല. അങ്ങനെയൊക്കെയുള്ളൊരു പ്രത്യേകത. അപ്പൊ നമ്മുടെ ഇവരുടെ ടീം 2 ആലോചിച്ചുകൊണ്ടിരിക്കുക. ഒരാൾ താടിയൊക്കെ പിടിച്ചിങ്ങനെ പറിച്ച് പൊരിച്ചോണ്ടിരിക്കുക. ആലോചിച്ചിട്ട് നോക്കൊന്ന് പരിചയപ്പെടാം. വാ, ഒന്ന് എഴുന്നേറ്റേക്കാം. വാ, ഇതാണ് ആ മൂവർ സംഘം. ഓക്കെ, പേര്? മിഥുൻ. സ്ഥലം? എറണാകുളത്ത്. എവിടെ? ആലുവ പുഴയുടെ തീരത്ത്. ആലുവ പുഴയുടെ തീരത്ത്, അങ്ങനത്തെ ഒരു പാട്ടുണ്ടായിരുന്നു. ആലുവല്ലേ? ആലുവ എന്തോ പാട്ട്, ആലുവല്ല അദ്ദേഹം. അത് അങ്ങനെ അതുകൊണ്ട് ഏതോ ആയിക്കോട്ടെ. ഓക്കെ, പിന്നെ ആലപ്പുഴ പട്ടണത്തിൽ അതിമുതലം വിതറി, അത് വേറെയാണ്. അത് പോട്ടെ. വേറെന്താ? ഇവിടെ കണ്ണൂർ ഫസ്റ്റ് ടൈം ആണ് വരുന്നത്. ഫസ്റ്റ് ടൈം. എങ്ങനെയുണ്ട് കണ്ണൂർ? കുഴപ്പമില്ല. കണ്ണൂരെ പറ്റി എന്താ മുന്നേ അറിഞ്ഞ അറിവും കേൾവിയൊക്കെ? അതൊക്കെ മാറ്റി, അതൊക്കെ ഇപ്പൊ മൊത്തം മോഡേൺ ആയി മാറിയില്ലേ? ശരി, ഇപ്പൊ കണ്ണൂർ നമ്മളിപ്പം നിങ്ങളുടെ കൂടെ നമ്മുടെ കണ്ണൂർ പഠിക്കുന്ന സഹോദരിയുണ്ട്, 2 പേര് പൊടിക്കുണ്ടും അതുപോലെ തന്നെ ഇവിടെ താമസം 2 സഹോദരിമാർ. ഈ കണ്ണൂരിലെ സ്ലാങ്ങും എറണാകുളത്തെ സ്ലാങ് ഇച്ചിരി മാറ്റമാണ് അല്ലേ? ഇപ്പൊ പുള്ളിക്കാർ നിങ്ങൾ ഒരുമിച്ച് പഠിക്കുന്ന സമയത്ത് പരിചയപ്പെട്ട ഉടൻ തന്നെ അവർ പറയുന്ന എന്തെങ്കിലും വാക്കുകൾ, എന്തെങ്കിലും പിന്നെ പെട്ടെന്ന് മനസ്സിലാകാത്ത സംഭവം ഒന്നും ഉണ്ടോ കണ്ണൂർക്കാര്? ചാടുക എന്നൊക്കെ പറയണത്. നമ്മളുടെ ചാടുകയാണ്, കളയുക എന്നൊക്കെ പറയണത്.
പിന്നെ എന്താണ് എട്ടുകാലിനെ ഉറൂളിയ എന്തൊക്കെയാ പറഞ്ഞു എട്ടുകാലിനെ എട്ടുകാലി ഉറുളിയൻ എന്ന് പറയും. അങ്ങനെ പറയാ അതൊക്കെ തന്നെ മാച്ചില് മാച്ചിലി നമ്മൾ ചൂല് നമ്മൾ ചൂലിന് നമ്മൾ കൊളക്കല് മാച്ചിൽ എന്ന് പറയും. പക്ഷെ അവിടെ മാച്ചിൽ എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇല്ല അറിയില്ല. മാച്ചിൽ എന്ന് പറഞ്ഞ സാധനം വല്ലതും ഉണ്ടോ? കാച്ചിലുണ്ടാവും അല്ലേ? ഇല്ല മാച്ച് കളിക്കണം. കാച്ചിലില്ലേ? കാച്ചിലുണ്ട്. കാച്ചിൽ കിഴങ്ങ് അല്ലേ? കിഴങ്ങിന് അവിടെ കിഴങ്ങിന് കാച്ചൽ എന്ന് പറയും, നമ്മളിവിടെ ചൂലിന് മാച്ചിൽ എന്ന് പറയും. ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഓക്കെ, സൗരുടെ പേര്? ഹൃദയയുടെ സ്വന്തം സ്ഥലം കണ്ണൂര് പൊടിക്കൊണ്ട്. അപ്പം പുള്ളിക്കാരി കൂടെ തന്നെ പൊടിക്കൊണ്ട് തന്നെയാണ്. ഓക്കെ, പേര്? റനീം. എവിടെ സ്വന്തം സ്ഥലം? മലപ്പുറത്ത് എവിടെയാ? പരപ്പനങ്ങാടിയില് അവിടെ തന്നെ സ്റ്റേഷൻ്റെ അടുത്ത് ബസ് ഇറങ്ങിയിട്ട് അവിടുന്ന് എക്സ്ചേഞ്ച് റോഡ് കയറി ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡോ? ലെഫ്റ്റ് സൈഡാണ്. ഓക്കെ, ശരി. ഓക്കെ, നിങ്ങൾ കണ്ണൂര് മുന്നേ വന്നിട്ടുണ്ടോ? ഇല്ല, സെക്കൻഡ് ടൈം. ഫസ്റ്റ് ടൈം ചെറുപ്പത്തിൽ വന്നതാണ്. ഇങ്ങോട്ട് തന്നെ വന്ന. ഇപ്പോൾ ഓൾറെഡി നമ്മൾ 3 പേരുണ്ട് കണ്ണൂർക്കാർ. അപ്പം നിങ്ങൾ സ്റ്റേ ഒക്കെ എവിടെയാ? ആരുടെ കൂടെയാ ഇവിടെ വന്നിട്ട് സ്റ്റേ? നിങ്ങൾ കൂട്ടുകാരുടെ കൂടെ നാട്ടിൽ ഇവിടെ വന്നില്ലേ? ഇന്ന് വന്നിട്ടേ ഉള്ളൂ. എന്നിട്ട് വന്നു 2-3 ദിവസം. ഇന്ന് എത്ര മണിക്ക് ഇവിടെ എത്തി? ലാൻഡ് ചെയ്ത് 9:30 ലാൻഡ് ചെയ്ത് ഫസ്റ്റ് അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് എവിടെ നിന്ന് കഴിച്ചേ? അബീന്റെ വീട്. അബീന്റെ വീട് എന്താ കഴിച്ചു? പൊറോട്ട പിന്നെ ചിക്കൻ കറി കഴിച്ച് കടല കഴിച്ച് ചായ കുടിച്ച് തന്നെ. ഉച്ചക്ക് ഭക്ഷണം വേണ്ട? ഉച്ചക്ക് വേണം. ഉച്ചക്ക് കഴിച്ചില്ല. ഉച്ചക്ക് കഴിച്ചു മറ്റേ പറശ്ശിനിക്കട. അപ്പൊ നൈറ്റ് എവിടെ ആരൊക്കെ താമസിക്കുന്നത്? നിങ്ങളുടെ വീട്ടിൽ. ഓക്കെ, എന്തായാലും കണ്ണൂരിൽ വന്നിട്ട് നല്ല അടിപൊളി ഭക്ഷണം കഴിക്കുക. കാരണം നമ്മളെ പുള്ളിക്കാരത്തിൻ്റെ വീട്ടിൽ നിന്ന് അതായത് ഇന്ന് ചിക്കൻ ഉണ്ടായിരുന്നു, പുട്ടുണ്ടായിരുന്നു, ഇഡ്ഡലി ഉണ്ടായിരുന്നു. ഒക്കെ ഇഡ്ഡലി ഇല്ല, അപ്പോൾ പുട്ടും പൊറോട്ടയും ചിക്കൻ കറി ഉണ്ടായിരുന്നു, കടലക്കറി ഉണ്ടായിരുന്നു. നന്നായിട്ട് തട്ടി പിന്നെ കുറച്ച് പറശ്ശിനിക്കട പോയിട്ട് കുറച്ച് ഭക്ഷണം കഴിച്ചിട്ട് ഇവിടെ വിശ്രമിക്കുകയാണ്. ബാക്കി തട്ടല്ലേ. പിന്നെ പോകുമ്പോൾ നമ്മുടെ കണ്ണൂർ പയ്യാമ്പലം ബീച്ചൊക്കെ കാണിച്ചു കൊടുക്കാൻ മറക്കല്ലേ. അതൊക്കെ കണ്ടിട്ട് വേണം പോകാൻ. നമ്മുടെ ചരിത്ര സ്മാരകങ്ങൾ അതൊക്കെ കാണണം. അപ്പോൾ ചെറിയ ചോദ്യം ഇത് തന്നെയാണ്. അല്ല, നിങ്ങൾ ആലോചിക്കുമ്പോൾ ഒന്ന് മാറ്റി ചിന്തിച്ചാൽ മതി. ഞാൻ ഒറ്റ വയ്ക്കും, നിങ്ങളൊന്ന് റൂട്ടൊന്ന് മാറ്റി ചിന്തിച്ചാൽ മതി. അതായത് വസ്ത്രം എന്ന് പറയുന്നത് എല്ലാവർക്കും ഏത് നിറം, ഏത് ഡിസൈനിലെ വസ്ത്രം, പിന്നെ എങ്ങനെ വേണം നമുക്ക് ധരിക്കാം അല്ലേ. പണ്ട് പാൻറ് എന്ന് പറയുന്നത് ജെൻസ് മാത്രം ഇട്ട, പക്ഷേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പാൻസ് ഒക്കെ ധരിക്കുന്നത് ലേഡീസാണ്. എങ്ങനെ കുഴപ്പമൊന്നുമില്ല, ലേഡീസിൻ്റെ പിന്നെ ഡ്രസ്സിൽ ജെൻസും ധരിക്കാറൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഹെയർ ബാൻഡ് അതൊക്കെ പണ്ട് ലേഡീസാണ്, പക്ഷേ ഇപ്പോൾ ജെൻസാണ് കൂടുതലായിട്ടും ഹെയർ ബാൻഡൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ചോദ്യം, പ്രത്യേകിച്ചൊരു നിറമില്ലാത്ത, പ്രത്യേകിച്ചൊരു വലിപ്പമില്ലാത്ത, പ്രത്യേകിച്ചൊരു രൂപമില്ലാത്ത, കടകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടാത്ത, എന്നാൽ എല്ലാവർക്കുമുള്ള വസ്ത്രം ഏതാണ്? അല്ല, ഞാൻ 1-2 ആൾക്കാരോട് കൂടി നോക്കിയിട്ട് നമ്മുടെ വന്നിരിക്കുന്ന ഗസ്റ്റിന് ക്ലൂ കൊടുക്കാൻ പറ്റുമെന്ന് നോക്കും. രണ്ടും അടുത്തടുത്ത് തന്നെയാണ്. ഓക്കെ, എന്ത് ചെയ്യുന്നു ജോലി? ഞാൻ ഇലക്ട്രിക് വയറിങ്ങിന്റെ പണിയാണ്. സ്വന്തമായിട്ട് ആരാണ് കീഴിലാണോ അല്ലെങ്കിൽ നിങ്ങൾ ഫ്രീ ആയിട്ട്? രണ്ടും ഫ്രീ ആയിട്ട്. ഷംസീറ മേഡത്തെ സ്വന്തം സ്ഥലം എവിടെയാ? ബാബിയുടെ പേരെന്താ? മുഹമ്മദ്. ഹായ് മുഹമ്മദ്. ഹലോ. ഹായ്. പുള്ളിക്കാരി തിരക്കാ. അപ്പം നേരത്തെ രാവിലെ ഇറങ്ങിയാണോ? ഇല്ല, ഇപ്പോൾ ഇവിടത്തോട്ടായിട്ട് പാർക്കിൽ പാമ്പിനെയും ഇതിനെ കാണാനായിട്ട് ഇറങ്ങിയതാണ്. മോനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ ആദ്യമായിട്ട് കണ്ട പാമ്പയെന്ന് പറഞ്ഞു? പാമ്പിന് പേടിയാണോ? ഈ മൃഗങ്ങളെ മൃഗങ്ങളുടെ പേര് പറയുമ്പോൾ തന്നെ പേടി വരുന്ന മൃഗം ഏതാ? നായും പാമ്പും നായിയാണ്. അതാണ് ഭയങ്കര സംഭവമാണ്. പുള്ളിക്കാരന് പാമ്പിനെയും നായും മാത്രമാണ് പേടി. സിംഹവും പുലിയും വന്ന ഒരു പ്രശ്നമില്ല. നമ്മൾ ഇപ്പം യൂട്യൂബിലൊക്കെ യൂട്യൂബിലൊക്കെ വൈറലായിട്ട് ഒരു വീഡിയോ ഉണ്ട്. അതായത് ഒരു ഗേറ്റിൻ്റെ ഉള്ളിൽ നായകളെ കുരക്കുന്നു, 2 സിംഹം വന്നിട്ട് നോക്കുന്നു. അല്പസമയ ശേഷം വീട്ടുടമസ്ഥൻ വന്ന് പുറത്തിറങ്ങുന്നു. പക്ഷേ ഭാഗ്യത്തിന് സിംഹം അവിടെ ഉണ്ടായിരുന്നില്ല. ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പം അങ്ങനെയുള്ള ഞെട്ടിക്കുന്ന സംഭവമൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ചെറിയ ചോദ്യം,
കിട്ടിയാ ആയിട്ടില്ല പറയാം രക്ഷയില്ല. അപ്പോൾ ഓക്കെ നടക്കട്ടെ കാണാം. ഓക്കെ അപ്പോൾ നമ്മുടെ ചേച്ചി നമ്മൾ വന്നോടെ തന്നെ നമ്മോട് ചോദിക്കാം. ഞാൻ നമ്മുടെ വന്നിരിക്കുന്ന ഗസ്റ്റോട് ചോദിച്ചിട്ട് പിന്നെ നിങ്ങളോട് ചോദിക്കാമെന്ന് പറഞ്ഞു. അപ്പം ചേച്ചിക്ക് എന്തോ ഉത്തരം കിട്ടി. പേര് പറഞ്ഞു ഇവിടെ ലീല. അവിടെ സ്ഥലം പട്ടുവം. അപ്പോൾ ഇവിടെ എത്ര വർഷമായിട്ട്? 22 വർഷമാണ്. ഏതാ സെക്ഷൻ എന്താണ്? ഈ ഒരു വർഷമായിട്ടാണ് ഈ ഡ്രസ്സ് നിൽക്കുന്നത്. പിന്നെ 6 വർഷം ഇവിടെ തന്നെയായിരുന്നു. പിന്നെ കുറെ ഹോസ്റ്റലായിരുന്നു. ഈ ഡ്രസ്സ് ഇടുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു എനർജി ഇല്ലേ അല്ലേ? അല്ലേ, ഒരു യൂണിഫോം ഇട്ടൊക്കെ നിൽക്കും, നമുക്ക് പ്രത്യേക പവർ ഉണ്ട് അല്ലേ? അപ്പം ചോദിച്ചായിരുന്നു, പ്രത്യേകിച്ച് ഒരു നിറമില്ലാത്ത, രൂപമില്ലാത്ത, വലിപ്പമില്ലാത്ത, രൂപമില്ല, വലിപ്പമില്ല, നിറമില്ല, കടകളിൽ നിന്ന് വാങ്ങാനും കിട്ടാത്ത വസ്ത്രം ഏതാണ്? ഇതെല്ലാവർക്കും നമുക്കും ഈ വസ്ത്രമുണ്ട്. ശരീരം അല്ല. പിന്നെ അങ്ങനെ കറങ്ങി തിരിഞ്ഞ് തിരിഞ്ഞ് ലാസ്റ്റ് ഇവിടെ എത്തി. ഓക്കെ. നിങ്ങളുടെ പേര്? റാഷിഫ. ബാബയുടെ പേരെന്താ? മോളുടെ പേര്? കെൻസാനൂറ. ഹായ്. ടൂറൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ട് ക്ഷീണിച്ചിരിക്കുകയാണ്. അപ്പം മക്കള് ആരാ പാട്ട് പാടും? ആരെങ്കിലും? യെസ്, പാട്ടുകാരനാണ്. അല്ല ഉപ്പ പറഞ്ഞു പാട്ട്. ഇഷ്ടമുള്ള രണ്ട് പാട്. സ്കൂളിൽ പാട്ട് പാടുന്നില്ല. കുഴപ്പമില്ല. അപ്പം ഞാനൊരു ചെറിയ ചോദ്യം ചോദിക്കുകയാണേ. ഫണ്ണി ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഞാൻ നേരെ ചോദിക്കും, നിങ്ങൾ ഒന്ന് ഉൾട്ടയായിട്ട് ആലോചിച്ചാലേ അതിന് ഉത്തരം കിട്ടുള്ളൂ. അങ്ങനെ സംഭവമുണ്ട്. അതായത് വസ്ത്രം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടേതായിട്ട് ഇഷ്ടത്തിന് ധരിക്കാനുള്ളതാണ് വസ്ത്രം. അത് ആരുടെയും ഇഷ്ടത്തിനല്ല, ആർക്കും ചോദ്യം ചെയ്യാനും പറ്റില്ല. നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനാണ് ധരിക്കുന്നത്. ഏത് നിറം, ഏത് മോഡൽ വസ്ത്രം ധരിക്കണമൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അപ്പം ചോദ്യമാണ്, പ്രത്യേകിച്ച് ഒരു നിറമില്ലാത്ത, രൂപമില്ലാത്ത, വലിപ്പമില്ലാത്ത, കടകളിൽ നിന്ന് വാങ്ങാൻ കിട്ടാത്ത വസ്ത്രം ഏതാണ്? കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും, പക്ഷെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ഡ്രസ്സ് ഉണ്ട്, പക്ഷെ ഇത് കടയിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റൂല. ഇതിന് നിറവില്ല, രൂപമില്ല, വലിപ്പമില്ല, രൂപമില്ല, വലിപ്പമില്ല, നിറവില്ല, കടയിൽ നിന്ന് വാങ്ങിക്കാനും കിട്ടൂല. പക്ഷെ നിങ്ങൾക്ക് 5 പേർക്കും ആ വസ്ത്രമുണ്ട്. നിങ്ങളിപ്പം 6 പേർക്കും എനിക്കും എല്ലാവർക്കും ഈ വസ്ത്രമുണ്ട്. ഏതാണ് വസ്ത്രം? ഈ വസ്ത്രമല്ല. വസ്ത്രം എല്ലാവർക്കും ഉണ്ട്. അല്ല. പാട്ട് പാണെങ്കിൽ ഞാൻ ക്ലൂ തരാം. പാട്ട് പാടുവോ? പാട്ട് പാടി എല്ലാവർക്കും ക്ലൂ കിട്ടും. അത് പറഞ്ഞേ. ഒരു പാട്ട് പാടി. നല്ല പാട്ട് പാടുന്നല്ലേ. അറ്റൻഷൻ നിർക്ക്. നല്ല ഉറക്കെ പഠിക്കണേ. റെഡി, 1 2 3 സ്റ്റാർട്ട്. പൂവി മഹരിയാം ഖദീജ ബീബി മക്കയെന്ന പുണ്യനാട്ടിൽ വിടസിരുന്നാരി. അടിപൊളി. കൊടുക. ഇപ്പൊ നന്നായിട്ട് പാടി.
അപ്പോൾ എന്നാൽ ചേട്ടാ സന്തോഷമുണ്ട്, കാണാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ ചോദിച്ച നമ്മുടെ ഒരു ടീം ഇവിടെ ഉണ്ടേ. അതിലിടയ്ക്ക് നമ്മുടെ ചേട്ടനെ ഒന്നും നമ്മളിപ്പം പരിചയപ്പെടുത്തുന്നത് തന്നെയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു പിന്നെ വിസ്മയം നമ്മുടെ ഈ ഒരു സ്നേക്ക് പാർക്കിൽ അപ്പോൾ ഒരു സെറ്റ് ഉണ്ട്, ഒരു പുലിയുടെ മടയിൽ ഒരു സിംഹം വരെ സീനുണ്ടായിരുന്നു. ഗർ എന്ന് പറയുന്ന നമ്മുടെ കുഞ്ചാക്ക ബോബൻ അതുപോലെ തന്നെ സുരാജ് വെഞ്ഞാറമൂടൊക്കെ അഭിനയിച്ച സിനിമയാണ്. ആ സിനിമയിൽ ഒരു വേഷം ചെയ്തിട്ടുണ്ട്. അതിന്റെ കുറച്ച് ഭാഗങ്ങൾ ഇവിടെ ചിത്രിച്ചല്ലേ? അല്ല, ഏത് പ്രധാന 80% ഇവിടെ തന്നെയാണ്. ശരിക്കും ഇവിടെ സിംഹം ഉണ്ടായിട്ടില്ലല്ലോ. സിംഹം ഇവിടെ ഉണ്ടായില്ല. ഇവിടെ VFX ഗ്രാഫിക്സ് അതുപോലത്തെ ചെയ്യുന്ന രീതിയിലായിരുന്നു. പിന്നെ അവർ ഇവിടെ സൗത്ത് ആഫ്രിക്കയിൽ പോയിട്ട് അത് ആഡ് ചെയ്തു, ഒറിജിനൽ സിംഹത്തിനെയും കൂടി ആഡ് ചെയ്തു. എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ളതായിരുന്നു പടം. നിങ്ങൾ എത്ര ദിവസം ഉണ്ടായിരുന്നു സിനിമയിൽ? ഞാനും ഇവിടെ ഒരു 12 ദിവസത്തെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അതിൽ ഞാൻ ഉണ്ടായിരുന്നു. പടം മോശമല്ല, നല്ല പടമാണ്. നല്ല നിങ്ങളുടെ കഥാപാത്രം എന്താണ്? ഞാൻ അവിടെ ഈ സുരാജിന്റെ കൂടെ തന്നെ ഈ സൂലെ പിന്നെ ഒരു ഗാർഡായിട്ടാണ്. അപ്പോൾ എൻ്റെ സീനിയറായിട്ടാണ് സുരാജിൻ്റെ വേഷമുള്ളത്, അതിൻ്റെ മെയിൻ അയാളായിട്ട്. അപ്പോൾ ഇയാളെ രക്ഷിക്കാൻ വേണ്ടി ഇയാൾ പിന്നെ സിംഹക്കൂട്ടിലേക്ക് ചാടുകയും ഇയാളെ രക്ഷിക്കാൻ വേണ്ടി സുരാജും ഞാനും നമ്മൾ 2-3 പേരും കൂടി ഇറങ്ങുന്നതുമായ സീനാണ്. അപ്പോൾ കുറച്ച് രസകരമായതും എന്നാൽ കുറച്ച് ഒരു വിഷമമുള്ളതുമായ സീനാണ്. കോമഡി കൂടി ഉൾപ്പെടുത്തി. സെറ്റ് പൊളിച്ചിട്ടില്ല. ഇപ്പോൾ നമ്മൾ ആ മഴയൊക്കെ വന്നിട്ട് നമ്മൾ കാറ്റും മഴയൊക്കെ ഇതിനിടെ വന്നുകൊണ്ട് കുറച്ചൊരു മെയിൻ്റെനൻസ് ബാക്കിയുണ്ട്. ഇപ്പോൾ കുഞ്ചാക്കോനും സുരാജിനൊക്കെ നേരിട്ട് കണ്ടപ്പോൾ എങ്ങനെയുണ്ട്? നല്ല അനുഭവമായിരുന്നു. അവരുടെ കൂടെ തന്നെ ഞാൻ ഒരു 10-12 ദിവസം ഒന്നിച്ചുള്ള സീൻ തന്നെയായിരുന്നു. മെയിനായിട്ട് സുരാജിൻ്റെയും ചാക്കോച്ചനെയും കൂടെ തന്നെയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ വിളിച്ചു ബുദ്ധി കിട്ടിക്കാറില്ല. ആദ്യമൊക്കെ വിളിച്ചിരുന്നു. ഇപ്പോൾ പിന്നെ ഓരോ തിരക്കിലായിരിക്കും നമ്മൾ. ഒരുപാട് കഥാപാത്രം കിട്ടട്ടെ. ഇടക്കിടക്ക് പുള്ളിങ്ങനെ വിളിക്കോ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ. അപ്പൊ നമ്മുടെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയെന്ന അവകാശവാദവുമായിട്ട് അതിന് പൊട്ടി അവകാശവാദി പേര് നിൽക്കുന്നുണ്ട്. നേരത്തെ പേര് നമ്മുടെ ഗസ്റ്റ് വന്നിക്ക് 6 പേര് നിരന്നേക്ക്. ഈ 6 പേരിൽ കണ്ണൂർക്കാരായിട്ടുള്ള 3 പേര്, 1, 2, 3 കൈവെക്കൂ. അതിൽ 2 പേര് പൊടിക്കുണ്ടു എന്ന് പറയുന്ന സ്ഥലത്താണ്. നിങ്ങൾ താമസിക്കുന്നത് കരിക്കുംകുളത്താണ്. ഇവർ വടകരയാണ്, ഇദ്ദേഹം എറണാകുളത്താണ്. ഇദ്ദേഹം മലപ്പുറം, ഇദ്ദേഹം എറണാകുളത്താണ്. അപ്പം ആർക്കാ ഉത്തരം കിട്ടിയത്? അത് നിങ്ങൾ ഇവരോട് ഡിസ്കസ് ചെയ്തോ? അപ്പോൾ അവരൊക്കെ അത് അംഗീകരിച്ചോ? 5 പാനൽ അംഗീകരിച്ചോ? നിങ്ങളിത് ആരോട് ആദ്യം പറഞ്ഞത്? അപ്പൊ അവരെന്ത് പറഞ്ഞു? എന്നിട്ട് അവരോട് പറഞ്ഞു. അപ്പൊ അവരും പറഞ്ഞു സൂപ്പർ. ഉറപ്പാണോ? ഈ വസ്ത്രം നിങ്ങൾക്കൊക്കെ ഉണ്ടോ? ഈ വസ്ത്രം നിങ്ങൾക്കൊക്കെ ഉണ്ടോ? 1, 2 ഉള്ളത്? ശരി, ഈ വസ്ത്രം എല്ലാവർക്കും 1 ഉണ്ടാവും. അങ്ങനെ സംഭവം കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുമോ? നിറമുണ്ടോ? വലിപ്പമുണ്ടോ? രൂപമുണ്ടോ? ഇല്ല. എല്ലാവർക്കും ഉണ്ട്. എല്ലാവർക്കും 1 വെച്ചുണ്ടാവും. അപ്പം ചോദ്യം ഇതായിരുന്നു, നിറമില്ലാത്ത, രൂപമില്ലാത്ത, വലിപ്പമില്ലാത്ത, എന്നാൽ കടകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടാത്ത എല്ലാവർക്കും ഉള്ള വസ്ത്രം ഏത് എന്നാണ് എൻ്റെ ചോദ്യം. ഞാൻ ഒരു റൂട്ട് ചോദിക്കും, പക്ഷെ നിങ്ങൾ അത് മറു റൂട്ടിലോട്ട് ചിന്തിക്കണം. നിങ്ങൾക്കാണ് എല്ലാവർക്കും ഉണ്ട് ഈ ഡ്രസ്സ്. നമ്മൾ ജനിച്ച് വീഴുന്ന ആ കുട്ടിക്ക് മുതൽ എല്ലാവർക്കും ഉള്ള ഡ്രസ്സാണ് ഈ ഡ്രസ്സ്, ഈ വസ്ത്രം. എവിടെയോ എന്തോ തകരാറ് പോലെ. അപ്പൊ ഉത്തരം പറഞ്ഞോ? അതാണ്. കടയിൽ വാങ്ങിക്കാൻ കിട്ടൂല, ധരിക്കാൻ കഴിയില്ല, എല്ലാവർക്കും ഉണ്ട്. കറക്റ്റ്. ഞാൻ പറയും കൂടെ. അതായത് നിറമില്ലാത്ത, രൂപമില്ലാത്ത, വലിപ്പമില്ലാത്ത, കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടാത്ത എല്ലാവർക്കും ഉള്ള വസ്ത്രം. ഞാൻ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഓൺ സ്പോട്ടിലാണ് ഉത്തരം പറയുന്നതുകൊണ്ട് ഞാൻ മലയാളി വെച്ചത് വസ്ത്രം ആക്കിയത്. ഡ്രസ്സ് ഞാൻ ചോദിച്ചു ഓൺ സ്പോട്ടിൽ അഡ്രസ്സ് എന്ന് പറയും. ഉത്തരം വസ്ത്രം, അതായത് അഡ്രസ്സാണ്. അഡ്രസ്സ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ള ഡ്രസ്സാണ്. പക്ഷേ അത് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടില്ല, രൂപമില്ല, നിറവില്ല, ഒന്നുമില്ല. അപ്പം കറക്റ്റ് ആൻസർ പറയുന്നത് നമ്മുടെ സഹോദരി. എന്താ പേര്? മേഘ. പൊടിക്കൊണ്ടുള്ള മേഘ. നമ്മുടെ കണ്ണൂരുള്ള ഓണത്തിൻ്റെ നിരവധി ഓഫറുകളും കൈനിറയ സമ്മാനങ്ങളായിട്ടുള്ള ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്നൊരു സമ്മാനമുണ്ട്. വിശ്രമവേളകൾ ആഘോഷഭരിതമാക്കാനുള്ള കണ്ണൂർ എന്ന പറശ്ശിനിക്കടവുള്ള വിസ്മയ അമ്യൂസ്മെന്റ് പാർക്ക് നൽകുന്ന സമ്മാനമുണ്ട്. ഈ 2 സമ്മാനമാണെങ്കിലും ഇത് നിങ്ങൾക്ക് 6 പേർക്ക് ഉപയോഗിക്കാം, വർഷങ്ങളോളം ഉപയോഗിക്കാം. അന്നൊരു സംഭവമുണ്ട്, തേയ്മാനം സംഭവിക്കില്ല. സൂക്ഷിച്ച് കൈകാര്യം ചെയ്താൽ എത്ര വർഷം വരെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു സമ്മാനമാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഹാപ്പി. കണ്ണൂർ വന്നിരിക്കുന്ന നമ്മുടെ ഗസ്റ്റിനോടൊക്കെ നന്നായിട്ട് പയ്യാമ്പലം ബീച്ചും ഒക്കെ കറങ്ങി തിരിഞ്ഞ് ഹാപ്പി ആയിട്ട് പോവുക. ഒറ്റ കാര്യം, എവിടെ വെച്ച് കണ്ടാൽ ചിരിക്കാൻ മറക്കരുത്. ഓക്കെ, കാണാം. ഓക്കെ, യെസ്, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ മറ്റൊരു അധ്യായം കൂടി ഇവിടെ പൂർണ്ണമാകുകയാണ്. ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നിങ്ങളെ സ്വാധീനം ചെയ്യാണ് ഓണത്തിൻ്റെ ഒരുപാട് ഓഫറൊക്കെ ആയിട്ട്. അപ്പം ആഘോഷം ഏതുമായാലും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ. പുതിയ അധ്യായത്തിലൂടെ നമുക്ക് വീണ്ടും കാണാം.